നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ജ്യോതിഷ വീഡിയോ ചിങ്ങം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ജൂലൈ 27 മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഏകദേശം 138 ദിവസത്തേക്കാണ് ശനി വക്രഗതിയിൽ തുടരുക. അഷ്ടമശനിയിൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന ചിങ്ങം രാശിക്കാരോട് ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാം. എല്ലാ വർഷവും ശനി വക്രഗതിയിൽ സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വർഷം പുതിയതായൊന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് അഷ്ടമശനി നടക്കുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ശനി വക്രഗതിയിലാകുന്നത് കൊണ്ട് കാര്യങ്ങളെല്ലാം മോശമാകുമെന്നർത്ഥമില്ല. എല്ലാ വർഷവും ഇതേ സമയത്ത് 135 മുതൽ 145 ദിവസങ്ങൾ വരെ ശനി ഇങ്ങനെ വക്രഗതിയിലാകാറുണ്ട്. ഇനി ചിങ്ങം രാശിക്കാർക്ക് ഈ മാറ്റം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് വളരെ വ്യക്തമായി വിശദീകരിച്ചു നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ 8ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലാകുന്നത്. 8ാം ഭാവത്തിൽ ശനി ഇങ്ങനെ വരുമ്പോൾ ആ ഭാവവുമായി ബന്ധപ്പെട്ട് മുൻപ് മാറ്റിവെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലം ലഭിക്കാനുണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ ലഭിക്കും. വക്രശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 10ാം ഭാവത്തിലും 2ാം ഭാവത്തിലും 5ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. അതുകൊണ്ട് ശനി നിങ്ങൾക്ക് ഒരു ഭാവം മുൻപിലുള്ള ഫലങ്ങൾ കൂടി നൽകും. ഒന്നാമതായി ചിങ്ങൻ രാശിക്കാരായ ആളുകൾ ഏതെങ്കിലും കോച്ചിങ്ങിന് ചേരണമെന്നോ അല്ലെങ്കിൽ ദൂരെയുള്ള എവിടെയെങ്കിലും പോയി പഠിക്കണമെന്നോ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അതുമല്ലെങ്കിൽ വിദേശത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ ഇപ്പോൾ സാധിക്കും. യാത്രകളെ കുറിച്ചുള്ള ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് ഏകദേശം 4-5 മാസങ്ങളായിട്ടുണ്ടാകും. ശനി ഇപ്പോൾ വക്രഗതിയിലായതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും തീർച്ചയായും സഫലമാകും. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ശനി ഇങ്ങനെ വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ കരിയറിലും മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ അതിന് ശ്രമിക്കുന്നത്? കാരണം വക്രശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 10ാം ഭാവത്തിലാണ് പതിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരു അസ്വസ്ഥതയുണ്ടാകും. ജോലി മാറണം, എനിക്ക് സ്ഥലം മാറ്റം വേണം എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. നിലവിലുള്ള ജോലിയിൽ ഒരു തൃപ്തിക്കുറവ് അനുഭവപ്പെടും. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പേശിവേദന, നടുവേദന എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ഭക്ഷണകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം. ആരോഗ്യപ്രദമായ ഭക്ഷണം ഈ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം. ശനിയുടെ ദൃഷ്ടി 2ാം ഭാവത്തിലും 5ാം ഭാവത്തിലും 10ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. മുൻപ് പല്ലിനെന്തെങ്കിലും വേദനയോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ട് നിങ്ങളത് കാര്യമാക്കാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തൊണ്ടവേദന, സൈനസ് പ്രശ്നങ്ങൾ, കഫക്കെട്ട്, ജലദോഷം എന്നിവ മുൻപുണ്ടായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ വർദ്ധിക്കും. അതായത് മുൻപ് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉള്ളിലെ മടി മാറി ഗെയിമുകളിലും മറ്റുമുള്ള കാര്യങ്ങളിലും സമയം കളഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്നെല്ലാം മാറി നിങ്ങൾ മുന്നോട്ട് പോകും. ശനി വക്രഗതിയിലാകുന്നതോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശനി നിങ്ങളുടെ 10ാം ഭാവത്തെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ജോലിയിൽ സ്ഥലമാറ്റം ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്നവർക്കും, പ്രമോഷൻ ലഭിക്കാതെ ഒരേ സ്ഥാനത്ത് തുടരുന്നവർക്കും ശനിയുടെ ഈ വക്രഗതി സ്ഥലമാറ്റത്തിനും പ്രമോഷനും വളരെ നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷെ 2-3 കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധ വേണം. പെരുമാറ്റത്തിലും ഭാഷയിലും നിയന്ത്രണം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും ഇത് വളരെ അത്യാവശ്യമാണ്. കാരണം ശനിയുടെ ദൃഷ്ടി 5ാം ഭാവത്തിൽ പതിയുന്നുണ്ട്. പ്രണയബന്ധങ്ങളിൽ പെട്ടെന്ന് ദേഷ്യം വരികയോ മോശം വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ വേർപിരിയലിലേക്കും വരെ നയിച്ചേക്കാം. ശനി 5ാം ഭാവത്തെ നോക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവത്തോടെയും ശ്രദ്ധയോടെയും പെരുമാറണം. അതുപോലെ 8ാം ഭാവത്തിലെ വക്രശനി അറിവ് നേടുന്നതിലും പഠനകാര്യങ്ങളിലും വിദ്യാർത്ഥികളെ സഹായിക്കും. കൂടാതെ ജ്യോതിഷം, തന്ത്രമന്ത്ര വിദ്യകൾ എന്നിവ പഠിക്കുന്നവർക്കും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് വളരെ നല്ല സമയമാണ്. നല്ല ഫലങ്ങൾ ലഭിക്കുകയും പുതിയ ആളുകളുമായി ബന്ധപ്പെടാൻ സാധിക്കുകയും ചെയ്യും. ചിങ്ങൻ രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.